നിയമവാഴ്ചയെ വെല്ലുവിളിച്ച ക്രിമിനൽ കേസിലെ പ്രതി അർജുൻ ആയങ്കി ഒടുവിൽ പിടിയിൽ. കണ്ണൂർ സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അർജുനെ 14 ദിവസം റിമാൻഡ് ചെയ്തു. ഇയാളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് കൊച്ചി ഊന്നുകൽ പോലീസ് നാളെ ഫോർമൽ അറസ്റ്റിനുള്ള അപേക്ഷ നൽകും. ആഭ്യന്തരമന്ത്രിക്കെതിരെ പോസ്റ്റിട്ട മൊബൈൽ ഫോൺ കണ്ടെത്തേണ്ടതിനാൽ അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിൽ വാങ്ങി അന്വേഷണം നടത്താനാണ് കണ്ണൂർ സൈബർ പോലീസിന്റെ തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്നും. ജോസഫ്, അർജുൻ ആയങ്കിയെ 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് കൊച്ചി പോലീസും കണ്ണൂർ സൈബർ പോലീസും രംഗത്തെത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇനി മറ്റു നടപടിക്രമങ്ങൾ? സൂചിപ്പിച്ചതുപോലെ തന്നെ കോടതിയിൽ ഹാജരാക്കിയ അർജുനെ 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ തലശ്ശേരി സ്പെഷ്യൽ സബ് ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ് അർജുനെ. എന്തായാലും സംസ്ഥാനത്തിനകത്തും പുറത്തും വ്യാപകമായ തെരച്ചിലാണ് അർജുൻ ആയങ്കിക്കായി പോലീസ് നടത്തിയത്. വാഹനങ്ങൾ മാറി മാറി ഉപയോഗിച്ചും മൊബൈൽ ഫോൺ വഴിതെറ്റിച്ചും അന്വേഷണ സംഘത്തിന്റെ കണ്ണുവെട്ടിച്ചുമാണ് അർജുൻ ആയങ്കി ഈ ദിവസങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞിരുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം തളിപ്പറമ്പിൽ അർജുൻ ആയങ്കിയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. അതിനിടയിലാണ് ഇന്ന് പുലർച്ചെ 2:30 കണ്ണൂർ താളിക്കാവിലെ അഭിഭാഷക സുഹൃത്തിന്റെ അപ്പാർട്ട്മെന്റിൽ നിന്ന് അർജുൻ ആയങ്കിയെ പോലീസ് പിടികൂടിയത്. പിന്നീട് സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അറസ്റ്റ് ചെയ്ത പ്രതിയെ പിന്നീട് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുകയായിരുന്നു. പ്രതിക്ക് വേണ്ടി ജാമ്യ ഹർജി നൽകാൻ അർജുന്റെ അഭിഭാഷകൻ തയ്യാറായില്ല. തുടർന്നാണ് ഈ 14 ദിവസത്തെ റിമാൻഡ് ചെയ്തിട്ടുള്ളത്. എന്തായാലും അർജുൻ ആയങ്കി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്നും ജാമ്യം ലഭിച്ചാൽ നിയമവ്യവസ്ഥയെ തന്നെ നിസാരവൽക്കരിച്ച് കുറ്റകൃത്യം ആവർത്തിക്കുമെന്നാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. തെളിവ് നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും ശ്രമം നടത്തുമെന്നതിനാൽ ജാമ്യം ലഭിച്ചാൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുമെന്നും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. എന്തായാലും പ്രതിയെ ഒളിവിൽ കഴിയാൻ സഹായിച്ചവർക്കും ബാഹ്യ സഹായങ്ങൾ നൽകിയവരെയും കേന്ദ്രീകരിച്ച് ഇപ്പോൾ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. എല്ലാവരെയും പിടികൂടുമെന്ന് തന്നെയാണ് പോലീസ് അല്പസമയം മുമ്പ് വിശദീകരിച്ചത്. എന്തായാലും നിയമവാഴ്ചയെ വെല്ലുവിളിച്ച് അർജുൻ ആയങ്കിയെ ഒടുവിൽ പിടികൂടാനായത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്. എന്തായാലും സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും. ആരൊക്കെ സഹായം ചെയ്തു എന്നുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ പരിശോധന ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. നിലവിൽ 16 ദിവസം റിമാൻഡ് ചെയ്ത അർജുൻ ആയങ്കി ഇപ്പോൾ കണ്ണൂർ സ്പെഷ്യൽ സബ് ജയിലിലേക്ക് മാറ്റിയിട്ടാണുള്ളത്. മൊബൈൽ ഫോൺ ഉൾപ്പെടെ നിർണായകമായിട്ടുള്ള രേഖകൾ കണ്ടെത്തേണ്ടതുണ്ട്. ഇതിനുവേണ്ടി കണ്ണൂർ സൈബർ പോലീസ് നാളെ കസ്റ്റഡി അപേക്ഷ നൽകുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ശരി, ജോസഫ് അഗസ്റ്റിനാണ് വിവരങ്ങൾ നൽകിയത്.